പാലക്കാട് രൂപതയുടെ നേതൃത്വത്തിൽ വിശ്വാസ പരിശീലന സംയുക്ത സമ്മേളനവും പ്രവർത്തന വർഷ ഉദ്ഘാടനവും നടന്നു. നവജ്യോതി പാസ്റ്ററൽ സെന്ററിലാണ് പരിപാടി നടന്നത്. ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുക, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുക. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവിന്റെ ഒരു തിയററ്റിക്കലായിട്ടുള്ള താത്വികമായ ഒരു ശൈലിയാണ്. വിഷയം തരുന്നത് കർത്താവാണ്, ഈശോമിശിഹായാണ്. താത്വിക വിഷയങ്ങളാണ്. നിങ്ങൾ പോയി പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞതെല്ലാം പോയി പഠിപ്പിച്ച് അവരെ അനുസരിപ്പിക്കാൻ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞതെല്ലാം അവരെ പഠിപ്പിക്കും. അപ്പോ കർത്താവ് നമുക്ക് പൊതു വിഷയം തരിക. ഞാൻ പറഞ്ഞതെല്ലാം, ഞാൻ പഠിപ്പിച്ചതെല്ലാം പോയി അവരെ അനുസരിക്കും. ഇത് എങ്ങനെ ചെയ്യണം, അതിന്റെ സ്ട്രാറ്റജി ഏത് വിധത്തിൽ ചെയ്യണമെന്നുള്ള കാര്യം ശിഷ്യന്മാരെയും സഭയെയും ഫലമേൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ഓർമ്മയ്ക്കായി ചെയ്യും. ഈശോ അർപ്പിച്ച പരിശുദ്ധ കുർബാന എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറയുമ്പോൾ അതിന് യാതൊരു തരത്തിലുള്ള മാറ്റം വരാതെ ശിഷ്യ സമൂഹത്തിലൂടെയും സഭയിലൂടെയും തുടരുകയാണ്. വിശ്വാസവും ധാർമ്മികതയും തമ്മിൽ എക്കാലവും നൂലിഴ ബന്ധത്തിലായിരിക്കുന്നതുപോലെ ധാർമ്മികതയിലൂന്നിയ വിശ്വാസ പരിശീലനമാണ് ഇന്നിന്റെ ആവശ്യമെന്ന് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. സിസ്റ്റർ സിൽവി SNDS വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരീക്ഷകളിലും വിവിധ മത്സരങ്ങളിലും വിജയികളായവർക്ക് അവാർഡുകൾ നൽകി. രൂപത മതബോധന ഡയറക്ടർ ഫാദർ ജെയിംസ് ചക്കിയത്ത് സ്വാഗതവും വിശ്വാസ പരിശീലന അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബെർണാൻഡോ നന്ദിയും പറഞ്ഞു. 2026-27 വർഷത്തിന്റെ വിശ്വാസ പരിശീലന കലണ്ടർ പ്രകാശനം ചെയ്തു. ശേഷം പ്രധാനാധ്യാപകരുടെയും സെക്രട്ടറിമാരുടെയും മീറ്റിംഗ് നടന്നു. വിശ്വാസ പരിശീലന കൗൺസിൽ സെക്രട്ടറി ബിജു വർഗീസ് കൗൺസിൽ മീറ്റിംഗിന് നന്ദി പറഞ്ഞു. വിശ്വാസ പരിശീലന പ്രധാനാധ്യാപകരും ഫൊറോന ഡയറക്ടർമാരും ഇടവക സെക്രട്ടറിമാരും റെഗുലർ സ്കൂൾ പ്രധാനാധ്യാപകരും സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.